സാറാ ന്യൂ ജനറേഷൻ ഭാഷ പറഞ്ഞാൽ ഒറ്റ മൈൻഡ് ഒരു ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല കിടിലും ഫുഡ് സ്പോട്ടാണ്. ഇതിപ്പോ എവിടേക്ക് പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടോ? കഞ്ഞിപ്പരക്കലാണ്. കഞ്ഞിപ്പര ടൗണിൽ തന്നെ ഒരു എന്താണ് കൊറേ കാലത്ത് കഞ്ഞിപ്പര കച്ചവടമുള്ളതാ. നല്ല ഞാൻ ഇന്നലെ യാദൃശ്ചികമായിട്ട് അവിടെ പോയതാണ്. അപ്പോൾ ഇത് കഞ്ഞിപ്പുരയിലൊരു ഹോട്ടലാണ്. കഞ്ഞിപ്പുര ദേശീയപാതയിൽ സർവീസ് റോഡിൽ ചാരിയിട്ട് തന്നെ കഞ്ഞിപ്പുര ടൗണിലുള്ളൊരു ഹോട്ടലാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇവരെ മറ്റൊരു ഹോട്ടലുണ്ടായിരുന്നു, അവിടുത്തെ ഭക്ഷണം കഴിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജെന്യുവിൻ റിവ്യൂ ആണ്. ഞാനൊരു പ്രൊഫഷണൽ ഫുഡ് ബ്ലോഗറോ മറ്റോ അല്ല, എന്നാലും നമ്മൾക്ക് കഴിച്ച അനുഭവം പറയാം. ഹോട്ടൽ ഗ്രീൻ കിച്ചൺ, ഇതിൽ ഷാജിഖാൻ നല്ല കുക്കാണ്. ഇവിടെ ഷാജിഖാൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ചായയും പൊറോട്ടയും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഭക്ഷണങ്ങളും തയ്യാറാക്കുന്നത് ഷാജിക്കാണ്. അപ്പോൾ ഇവിടുത്തെ ബീഫ് കാര്യങ്ങളൊക്കെ നല്ല വിറകടുപ്പിൽ മണിക്കൂറുകളോളം കുക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനും നജീബും നിസാറും കൂടി അവിടുന്ന് ഒരു വീഡിയോ ചെയ്യുക, അവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പോയതായിരുന്നു. എന്തായാലും ഒരിക്കലെങ്കിലും നമ്മൾ പോയി ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഹോട്ടലാണ്. നല്ല എന്താ പറയുക, നമ്മൾ ഹോംലി ഫുഡ് ഫീലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. വീഡിയോയിൽ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓണറായിട്ടുള്ള ഷാജിക്ക പറയുന്നുണ്ട്. ഷാജിക്കും അവരെ അളിയൻ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഹോട്ടൽ നടത്തി പോരുന്നത്. കഞ്ഞിപ്പുര വളാഞ്ചേരിയിൽ നിന്ന് പോകുമ്പോൾ ഇടത് ഭാഗത്ത് ദേശീയപാതയുടെ ചാരിയിട്ട് തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഒരിക്കലെങ്കിലും ഈ ഹോട്ടലൊന്ന് സെലക്ട് ചെയ്യണം. അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയിട്ടൊക്കെയാണ് ഒരു ഹോട്ടൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഷാജിക്ക നമ്മളെ ഹോട്ടലിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവരോട് പറഞ്ഞാണ്. സ്പെഷ്യൽ നല്ല ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ ചിക്കൻ കുറുമ ഉണ്ട്, പിന്നെ മുട്ട റോസ്റ്റ് ഇതൊക്കെ രാവിലെ ഉണ്ടാവും. നമ്മൾ പിന്നെ ഇവിടുത്തെ ബീഫ് എന്താ പറയുക, ഇതേമാതിരി വിറകടുപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ മണിക്കൂറോളം ബീഫ് ആയാലും ചിക്കൻ പാർട്സ് ആയാലും എന്തായാലും കുക്കറിന്റെ പരിപാടി ഇല്ല, മണിക്കൂറോളം ഇങ്ങനെ കിടന്ന് ആ ചെറിയ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ പോകും. എപ്പോൾ നല്ല ഞാനിപ്പോൾ ഇവർക്ക് വേറെ ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ ഇവരൊരു സ്ഥിരമായിട്ട് ഞാൻ കഴിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഇവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പറഞ്ഞത്. ഇവിടുത്തെ ബീഫൊക്കെ എനിക്ക് കഴിച്ചു പോകുന്നു. അവർ വേറെ എന്തൊക്കെയാ നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ബീഫ് ഇവിടെ അടുപ്പത്തുണ്ട്, ബീഫുണ്ട്, പിന്നെ ചിക്കൻ പാർട്സ് ഇതൊക്കെ അതേമാതിരി രാവിലെ അടുപ്പ് ചെറിയ ചൂടുണ്ടാവും. നെയ്ച്ചോറ് ബിരിയാണി ആ റൈസ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ചിക്കൻ കുറുമയാണ്, പിന്നെ മുട്ട റോസ്റ്റ്, പിന്നെ മീൻ മുളക് എല്ലാം ഉണ്ട്. ബിരിയാണി ദമ്മ് ബിരിയാണി, കല്യാണ ബിരിയാണി. പിന്നെ വേറെ മീൽസ് ആണെങ്കിലും മീൽസ് ഉണ്ട്, നല്ല നാടൻ. നമുക്കിവിടെ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി? ഇപ്പൊ 32 പേർക്കാണ്. 32 പേര്, ഫാമിലി റൂം അടക്കം. അപ്പോൾ ഇത് എന്താണ് വന്നാല് ഒരു ഇവിടുത്തെ ഫുഡ് ഏതായാലും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനങ്ങളാണ്. ബീഫായാലും ചിക്കൻ ആയാലും ചിക്കൻ പാർട്സ് ആയാലും ഒക്കെ ഞാൻ ഇവിടുന്ന് നേരത്തെ കഴിച്ച ആളാണ്. ഇതൊരു വ്ളോഗായിട്ടില്ല, ഞങ്ങൾ മുന്നേ പരിചയമുള്ള ആളുകളാണ്, മുന്നേ നല്ല അനുഭവമുള്ള ആളാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ വന്നേക്ക് ഞാൻ വീഡിയോ എടുക്കും. നമ്മൾ അത്രയും നാടൻ പൊടികൾ വാങ്ങി പൊടിയെല്ലാം പൊടിച്ച് ഇത്ര ഉഷാറാക്കിയിട്ടാണ് നമുക്ക് ഇവിടുന്ന് പറഞ്ഞൊരു ഇവരെ മെയിൻ സാധനം ബീഫാണ്. നമുക്ക് അതിനെ നോക്കിയാലോ. ഞങ്ങൾക്ക് ഓരോ പൊറോട്ടയും ബീഫും വേണ്ടി കുറച്ച് ചിക്കൻ പാർട്സും ഒരു ചിക്കൻ പാർട്സും ഒരു ബീഫ് കൊടുക്കില്ല. ചിക്കൻ പാർട്സ് കേട്ടോ. ചിക്കൻ ചില്ലി, ചിക്കൻ കുറുമ, എഗ് റോസ്റ്റ്,
എഗ് റോസ്റ്റ്, ഇത് ചിക്കൻ പാർട്സ്, ഇത് ബീഫ്. ചൂടുള്ള പൊറോട്ട ഉണ്ടല്ലോ സാറാ. അപ്പോൾ ബീഫ് ഇപ്പോൾ 14 വർഷമായി താമസമായിട്ട്. സ്വന്തമായിട്ട് പരിപാടി തുടങ്ങിയിട്ട് ഒരു 7 വർഷം. എവിടെ ഇരുന്നു? അല്ല എവിടെ ഇരുന്നു? ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണ്. പഴയ ആളുകൾക്ക് അറിഞ്ഞിരുന്നു, എല്ലാവരും അറിഞ്ഞിരുന്നു. ഇവിടെ വന്നവരൊക്കെ സ്ഥിരം കസ്റ്റമറായി മാറി. ഞാനൊരു രാത്രിയാണ്, ഞാനൊരു രാത്രിയാണ് ഹോട്ടലിൽ കാണാനില്ല. പ്രൊഫഷണൽ അതിൻ്റെതായിട്ടുള്ള ഇതെന്തോ എനിക്ക് ഉള്ള സംഗതി എന്താണോ അത് സത്യം എന്താക്കി നമ്മൾ പറയാറുണ്ട്. കാരണം രാവിലെ വെള്ളം കൊണ്ടുപോയിട്ട് പത്തിരി, നൈസ് പത്തിരി, പിന്നെ പൊറോട്ട, എല്ലാം ഉണ്ട്. ഫുഡ് എത്ര മണിക്ക് തുറച്ച് 7 മണി. സാധാരണ മറ്റുള്ള ഹോട്ടലിൽ 2 മണിക്കും അത് റെഡി. ഉച്ചക്കത്തെ പരിപാടിയും സാധാരണ ചില അധികം ഹോട്ടലുകളിൽ കാണാം. ഉച്ചക്ക് പറഞ്ഞിട്ട് രാത്രി നടക്കുന്നത് അല്ല, ഞങ്ങൾ രാവിലെ 7 മണി, രാത്രി 11 ടൈം, 12 മണി വരെ ഉണ്ട്. ഇത് സാധനം കഴിഞ്ഞാൽ അപ്പോൾ ഈ ബീഫൊക്കെ ഏകദേശം എത്ര മണിക്കൂർ കളിപ്പിച്ചു? ബീഫ് ഏകദേശം ഒരു 2.5 പാർട്സൊക്കെ ഉണ്ടെന്ന്. പാർട്സൊക്കെ എടുത്തില്ല, അല്ല ഏകദേശം പാർട്സിന് നമ്മുടെ പാർട്സാണ് അത് ഏകദേശം ബീഫിൻ്റെ ബീഫിൻ്റെ അതേ വരും. എത്ര മണിക്കൂർ നമ്മൾ ഇത് 3 മണിക്കൂർ 4 അടുപ്പിൻ്റെ മേലെ തന്നെയാണ്. ചെറിയൊരു ഈരിങ്ങനെ അടുപ്പിൻ്റെ മേലെ ഇത് വിറകടുപ്പിലെ പരിപാടിയല്ലേ. പിന്നെ നമ്മളെ ഇതിന് വേണ്ടിയിട്ട് ചില്ലി ഇങ്ങനെയുള്ളതൊക്കെ വ്യത്യാസമുണ്ട്. ആ ഒരു വിറകടുപ്പിൽ ഇത് കാണാനുണ്ടല്ലോ വീട്ടിൽ ഇതൊക്കെ വരാറുണ്ട്. നല്ല വെച്ചു വെച്ചറിയാം. ഒന്നിനും ഒരാളെ വെച്ചിട്ടില്ല.
ഇവിടെ സ്കൂളുണ്ട് നമുക്ക് ഇവിടെ അവിടെ സ്കൂളിലാണ് ഓർഡർ ചെയ്യല മൗണ്ട് ഹിറോ സ്കൂളില്ലേ മൗണ്ട് ഹിറോയിലെ പി ആറോ പറഞ്ഞപ്പോഴാണ് എന്താണ് പരിപാടി ഉണ്ടല്ലോ റസാഖും ടീമും അവിടെ അവരിവിടെ വന്ന് ചോറ് കഴിച്ചു പോയി. നാട് ഈ മാസത്തിലൊക്കെ ഒന്ന് പോകും. ഫാമിലിയൊക്കെ ഇവിടെ സെറ്റില്ല. ഫാമിലിയൊക്കെ ഇവിടെ നമ്മൾ കഞ്ഞിപ്പുരക്കാരനായിക്കണേ. നല്ല വർഷമായി ഇവിടെ. ആ ബാക്കിയുള്ള മാസത്തിലൊക്കെ നടത്തിയിട്ട് മാസം ചിലപ്പോൾ 2 മാസം ആവും. കുടുംബക്കാരൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് വരവുണ്ട്. സാറാ എങ്ങനെയുണ്ട് ഫുഡ്? ഇവിടെ വന്നാൽ ട്രൈ ചെയ്യേണ്ട സാധനമാണ് ബീഫ്, പിന്നെ 2 ബീഫ്, ബീഫ് ചില്ലിയും ബീഫ് ഫ്രൈയും, പിന്നെ ചിക്കൻ പാർട്സ്, അതുമാതിരി ചിക്കൻ കുറുമ, ചില്ലിയൊക്കെ പൊടിയാണ് പറയാതെ. അതായത് നമ്മൾ ഹോട്ടലിൻ്റെ വലുപ്പം ഇതും നോക്കിയിട്ട് കയറുന്നതിന് പകരം നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ നോക്കി കയറിയത്. കുരുമുളകൊക്കെ ഇട്ടിട്ട് അതായത് ഇപ്പോൾ ഈ ചിക്കൻ കുറുമയിലൊക്കെ നമ്മൾ ഇവിടുത്തെ ഇതിൻ്റെ ഓണർ ഷാജിക്ക് പറഞ്ഞത് ഒറിജിനൽ നാടൻ കുരുമുളക് വാങ്ങിയിട്ട് അവർ പൊടിക്കുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകൾ കയറിയിട്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഒന്നും കൂടി ശരീരത്തിന് നന്നാവും ചെയ്യും, നമ്മുടെ മനസ്സിനും ഒരു സംതൃപ്തി ഉണ്ടാവും. അപ്പോൾ കഞ്ഞിപ്പുര ടൗണിൽ തന്നെ ഹോട്ടൽ ഗ്രീൻ കിച്ചണ് വരിക, ഒന്ന് ട്രൈ ചെയ്യാം. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇവരെ പഴയ ഹോട്ടലിൽ ഒരുപാട് കാലം ഭക്ഷണം കഴിച്ചാണ്, ഒരുപാട് പ്രാവശ്യം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇത് വെറുതെ ആവില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്രയാണ് പറയാനുള്ളത്.